Hello students, now we are going to find how a line intersects with a plane. ഒരു ലൈൻ ഒരു പ്ലെയിനുമായിട്ട് intersect ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കുക. This is a plane, then there is a line. ഇതിങ്ങനെ പെർപെൻഡിക്കുലർ ആയിരിക്കുന്നൊന്നുമില്ല, ചെരിഞ്ഞു വരാം. ലൈൻ ഇങ്ങനെ ഇവിടെ നിന്ന് തുളച്ച് ഇങ്ങോട്ട് പോകും എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ intersect ചെയ്യുമ്പോൾ this is the point of intersection. ഇത് കാണുന്നത് ചെരിഞ്ഞതിൽ ഒത്തിരി വരെ കാണുന്നുണ്ടെങ്കിലും ഈ ഒരു സ്ഥലത്തെ ആ പ്ലെയിനെ ലൈൻ മീറ്റ് ചെയ്യുള്ളൂ എന്ന് നിങ്ങൾക്കറിയാം. ദാറ്റ് ഈസ് when a line intersects a plane we get a point. അപ്പോൾ കിട്ടാൻ പോകുന്നത് ഒരു പോയിന്റ് മാത്രമാണ്. Then how can we find the point of intersection? Point of intersection, that point is common to the plane and the line. Common point കണ്ടുപിടിക്കാൻ സോൾവ് ചെയ്യുന്ന ഒരു പണിയാണ് നമുക്കുള്ളത്. Here we have to find the point where the line x equal to 8/3 plus 2t, y equal to minus 2t, z equal to 1 plus t intersects the plane 3x plus 2y plus 6z equal to 6. To find the common point, we substitute x equal to 8/3 plus 2t, y equal to minus 2t, z equal to 1 plus t in the equation of the plane 3x plus 2y plus 6z equal to 6. So 3 into 8/3 plus 2t plus 2 into y minus 2t plus 6 into z 1 plus t equal to 6 എന്ന് നമുക്ക് കിട്ടും. That means 3 into 8/3 8 plus 60 minus 40 plus 6 plus 60 equal to 6. t വാല്യൂസ് എല്ലാം കൂടെ എടുക്കുമ്പോൾ 6 മൈനസ് 4 6 12 മൈനസ് 4 അപ്പോൾ 8t ഈക്വൽ ടു ഇവിടെ 14 ഇവിടെ 6 8 പക്ഷെ നെഗറ്റീവാണ്. 8t ഈക്വൽ ടു മൈനസ് 8 ഓർ t ഈക്വൽ ടു മൈനസ് 1 എന്ന് നമുക്ക് കിട്ടും. ദാറ്റ് ഈസ് എ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ. ടു ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് at t equal to minus 1 we find the coordinates. X equal to t equal to minus 1 implies x equal to 8/3 plus 2 into t equal to minus 1 and y equal to minus 2t minus 2 into minus 1. Z equal to 1 plus t, t equal to minus 1. Z is 0, y equal to 2 and we get x equal to 8/3 minus 2. That means 8 minus 6, that is 2 divided by 3. The point of intersection is coordinate wise area 2/3 2 0 or at t corresponding to t equal to minus 1 we get the point of intersection. This is how a line and a plane intersects. നിങ്ങൾക്ക് തന്ന നോട്ട്സിൽ പേജ് 21 ഇതേപോലെ ലൈൻ ഓഫ് ഇന്റർസെക്ഷൻ കണ്ടുപിടിക്കാനും ലൈനും പ്ലെയിനും തമ്മിലുള്ള ഇന്റർസെക്ഷൻ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ കണ്ടുപിടിക്കാനുമുള്ള 1-2 പ്രോബ്ലംസ് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് 21. പക്ഷെ അതിൻ്റെ ആൻസേഴ്സ് മറ്റ് പേജുകളിലാണ് തരുന്നത്. അപ്പോൾ നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് നോക്കുക. ആൻസേഴ്സ് ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല, ഇതേ മെത്തേഡ് തന്നെയാണ് നിങ്ങൾ ട്രൈ ചെയ്യുക. നൗ വി മൂവ് ടു അനദർ സെക്ഷൻ. നമ്മൾ ലൈൻസിനെ പറ്റിയൊക്കെയുള്ള ഒരു ധാരണ നമുക്ക് പിന്നീട് പ്രോബ്ലംസ് ചെയ്യാൻ ആവശ്യമായതുകൊണ്ട് ഉണ്ടാക്കിയെടുത്തതേ ഉള്ളൂ. നമ്മൾ 3 ഡയമെൻഷനിലെ പാരാമെട്രിക് ഫോംസ് ഓഫ് കർവ്സ് ആണ് മെയിനായിട്ടും ആദ്യ ഭാഗത്ത് പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് വി ഡീൽ വിത്ത് വെക്ടർ വാല്യൂഡ് ഫോംസ് ഓഫ് ദാറ്റ് ടൈപ്സ് ഓഫ് കർവ്സ് ആൻഡ് ദെൻ വെക്ടർ വാല്യൂഡ് ഫങ്ഷൻസ്. ഈ സെക്ഷൻ കാൽക്കുലസ് ഓഫ് വെക്ടർ വാല്യൂഡ് ഫങ്ഷൻസ്, കാൽക്കുലസ് ഓഫ് വെക്ടർ വാല്യൂഡ് ഫങ്ഷൻസ് എന്ന് നമുക്ക് നെയിം ചെയ്യാം. വെക്ടർ വാല്യൂഡ് ഫങ്ഷൻസ്. ഫങ്ഷൻസ് ഹാവിംഗ് വെക്ടർ വാല്യൂസ് ആർ കോൾഡ് വെക്ടർ വാല്യൂഡ് ഫങ്ഷൻ. At time t, the position vector of a point is denoted by r of t. This is a vector valued function. t equal to 0 ആകുമ്പോൾ പൊസിഷൻ ഒരു സ്ഥലത്തായിരിക്കും, t equal to 5 ആകുമ്പോൾ പൊസിഷൻ വേറൊരു സ്ഥലത്തായിരിക്കും. Corresponding to this argument t, which is a scalar, we obtain a vector. So it is a vector valued function. Position of a moving particle in space is given by a vector function, say
r bar equal to r bar of t. And if we know the components of r bar of t can be written as f of t x coordinate, y of t y coordinate, g of t y coordinate, h of t z coordinate. അങ്ങനെ നമുക്ക് എഴുതാം. ഇത് ഈ പോയിന്റിന്റെ എക്സ് വൈ സെഡ് കോർഡിനേറ്റ്സ് ആണ്, അതുകൊണ്ട് നമ്മൾ ട്രിപ്ലെറ്റ് ആയിട്ട് എഴുതുന്നു. ഓർ ആർ ഓഫ് ടി ക്യാൻ ബി റിട്ടൺ ഇൻ വെക്ടർ റെപ്രസെന്റേഷൻ. ദിസ് ഈസ് കോർഡിനേറ്റ് വൈസ് റെപ്രസെന്റേഷൻ ആൻഡ് വെക്ടർ റെപ്രസെന്റേഷൻ ഈസ് എഫ് ടി ഐ പ്ലസ് ജി ടി ജെ പ്ലസ് എച്ച് ടി കെ. അപ്പോൾ ഇങ്ങനെയുള്ള ഫോമിലൊക്കെ നമുക്ക് വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻസിനെ റെപ്രസെന്റ് ചെയ്യാം. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ. ഒരു പൊസിഷൻ വെക്ടർ ആണ്, പൊസിഷൻ ഓഫ് എ മൂവിങ് പാർട്ടിക്കിൾ. പൊസിഷൻ വെക്ടർ ഈസ് എ വെക്ടർ വാല്യൂഡ് ഫംഗ്ഷൻ. അതാണ് പക്ഷെ നമുക്കിപ്പോൾ കൂടുതലായിട്ട് ആവശ്യം വരിക. അതുകൊണ്ട് പൊസിഷൻ വെക്ടറിനെ പറ്റി നമ്മൾ കൂടുതൽ പറയുന്നത്. ഇനി സ്പേസിൽ ഒരു കർവ്. സ്പേസിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ പൂമ്പാറ്റ പറക്കുന്നതൊക്കെ ആലോചിക്കുക. നമ്മൾ 2 ഡയമെൻഷനിൽ വരയ്ക്കുന്ന കർവ്സ് അല്ല ഉദ്ദേശിക്കുന്നത്. അതുകൂടാതെ സ്പേസിൽ ഒരു കർവ് എങ്ങനെയാണ് എന്നുള്ളതാണ്. പൂമ്പാറ്റയോ തേനീച്ചയോ ഒക്കെ പറക്കുന്ന അതുപോലത്തെ അപ്പോൾ ഉണ്ടാകുന്നൊരു പാത്ത്, അതാണ് സ്പേസിൽ ഒരു കർവിന്റെ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുക. സ്പേസ് കർവ്സ് ക്യാൻ ബി റെപ്രസെന്റഡ് ബൈ ദ പൊസിഷൻസ്. ആർ ഓഫ് ടി ഈക്വൽ ടു എഫ് ടി ഐ പ്ലസ് ജി ടി ജെ പ്ലസ് എച്ച് ടി കെ വിൽ റെപ്രസെന്റ് ദ പൊസിഷൻ ഓഫ് എ മൂവിങ് പാർട്ടിക്കിൾ. സോ മൂവിങ് പാർട്ടിക്കിൾ പോലെയാണ് സ്പേസ് കർവ്സിന്റെയും ഇക്വേഷൻസ്. അപ്പോൾ സ്പേസ് കർവ്സിന്റെ ഇക്വേഷൻ പറഞ്ഞാലും ഇത് തന്നെ. എക്സ് ഈക്വൽ ടു എഫ് ടി, വൈ ഈക്വൽ ടു ജി ടി, ഇസഡ് ഈക്വൽ ടു എച്ച് ടി in terms of the parameter t, or we can write position as fti as a vector fti plus gtj plus htk, and the representation x equal to ft curve, space curve in the equation ingane ezhudiyal x equal to ft, y equal to gt, z equal to ht, and this representation is called the parametric representation. നമുക്ക് 3 വേരിയബിൾസ് ഉണ്ടായിരുന്നു. 3നെയും നമ്മൾ ഒരേ വേരിയബിൾ ടിയുടെ ടേംസിൽ എഴുതിയിട്ടുണ്ട്. സോ ടി ഈസ് എ പാരാമീറ്റർ ആൻഡ് ദിസ് ഇസ് കോൾഡ് ദ പാരാമെട്രിക് റെപ്രസെന്റേഷൻ ഓഫ് എ കർവ്. ആൻഡ് ടു ഈച്ച് ടി വാല്യൂ ഇറ്റ് കറസ്പോണ്ട്സ് ടു എ പോയിന്റ് ഓഫ് ദ കർവ് സി വിത്ത് പൊസിഷൻ ഓഫ് ദ കോർഡിനേറ്റ്സ് എഫ് ടി, ജി ടി, എച്ച് ടി. ഏത് ടി വാല്യൂ തന്നാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സും വൈയും ഇസഡും എഫ് ടി, ജി ടി, എച്ച് ടിയിൽ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഓരോ ടി വാല്യൂവിനും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കർവിലെ ഓരോ പോയിന്റ് കിട്ടും എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. Then examples are, we have seen the example of a straight line. Straight line example x equal to x0, y0, z0 കൂടെ പാസ് ചെയ്യുകയും v1i plus v2j plus v3k ക്ക് പാരലൽ ആകുകയും ചെയ്യുന്ന ലൈനിന്റെ ഇക്വേഷൻ. First example of a curve is a straight line. X equal to x0 plus t v1, y equal to y0 plus t v2, and z equal to z0 plus t v3. This is example of a curve. ഇതൊക്കെ കോൺസ്റ്റൻസ് ആണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ പാരാമീറ്റർ ഈസ് ഹിയർ t. എല്ലാത്തിനെയും നമ്മൾ ഒരേ വേരിയബിൾ ടിയുടെ ടേംസിൽ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നു. സോ ഇറ്റ് ഈസ് എ parametric representation of a straight line. Another example is an ellipse. You know the equation of an ellipse in xy coordinates. ഇത് സ്പേസ് കർവ് അല്ല കേട്ടോ, അത് പ്ലെയിൻ കർവ്, ഒരു പ്ലെയിന് വരയ്ക്കാവുന്ന കർവാണ് എലിപ്സ്. ഈ പറഞ്ഞത് സ്പേസ് കർവാണ്. സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞെങ്കിലും അത് നമ്മൾ 2 ഡയമെൻഷണൽ പ്ലെയിന് വരയ്ക്കാവുന്നതല്ല. എക്സും വൈ ഇസഡും ഒക്കെ ഉണ്ട്. അത് സ്പേസിലുള്ള, നിങ്ങൾ എയറിൽ ആലോചിക്കണം, സ്പേസിൽ ഉള്ള ഒരു ലൈനിന്റെ സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷനാണ്. ഇത് 3 ഡയമെൻഷനാണ്. പക്ഷെ എലിപ്സ് 2 ഡയമെൻഷനിലാണ്. എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ വി സ്ക്വയർ ഈക്വൽ ടു 1 എന്നുള്ള ഒരു ഇക്വേഷൻ നമുക്കറിയാം. ബട്ട് ഇറ്റ്സ് പൊസിഷൻ ആർ ഓഫ് ടി അറ്റ് എനി ടൈം ടി, അറ്റ് എനി പോയിന്റ് ടി, ക്യാൻ ബി റെപ്രസെന്റഡ് ബൈ എ കോസ് ടി ഐ പ്ലസ് ബി സൈൻ ഡി ജെ. ഇങ്ങനെ എഴുതുമ്പോഴായിരിക്കും നിങ്ങൾക്ക് അറിയത്തില്ലാത്തത്. എക്സ് ഈക്വൽ ടു എ കോസ് ടി, വൈ ഈക്വൽ ടു ടി അല്ല തീറ്റ ആയിരിക്കും ഉപയോഗിച്ചിരിക്കുന്നത്. എക്സ് ഈക്വൽ ടു എ കോസ് തീറ്റ, വൈ ഈക്വൽ ടു ബി സൈൻ തീറ്റ എന്ന റെപ്രസെന്റേഷൻ കണ്ടിട്ടുണ്ട്. അതല്ല, തീറ്റയ്ക്ക് പകരം ടി നമ്മളിപ്പോൾ വേരിയബിൾ ആയിട്ട് ഉപയോഗിക്കുന്നതേ ഉള്ളൂ. എക്സ് ഐ വൈ ജെ. അപ്പോൾ പൊസിഷൻ ഐ എ കോസ് ടി ഐ പ്ലസ് ബി സൈൻ ഡി ജെ റെപ്രസെന്റ്സ് ആൻ എലിപ്സ് ഇൻ ദ എക്സ് വൈ പ്ലെയിൻ വിത്ത്, അതെല്ലാം എലിപ്സിനെ പറ്റത്തില്ല, സെന്റർ ഒറിജിൻ
and principal axis in the direction of the x and y axis. This is called the parametric equation of an ellipse. T varies from 0 to pi, 0 less than or equal to t less than or equal to 0 to 2 pi, x equal to a cos t, y equal to b sin t എന്നുള്ളതിന് നമുക്ക് വെക്ടർ ഫോമിൽ ഇങ്ങനെ എഴുതാം. ആൻഡ് ദെൻ ദ ഇക്വേഷൻ ഓഫ് എ സർക്കിൾ, എലിപ്സ് ചളങ്ങിയിരിക്കുകയാണ്, അത് എല്ലായിടത്തും ഒരേ വിഡ്ത്തിലേക്ക് പോകുമ്പോഴാണ് സർക്കിൾ കിട്ടുക. അപ്പോൾ എയും ബിയും ഈക്വൽ ആവും. ഇപ്പോൾ ആർ ഓഫ് ടി ഈക്വൽ ടു എ ഈക്വൽ ടു ബി, എ ഈക്വൽ ടു ബി, ആർ ഓഫ് ടി ഈക്വൽ ടു എ കോസ് ടി ഐ പ്ലസ് എ സൈൻ ടി ജെ. ദിസ് ഇസ് ദ ഇക്വേഷൻ ഓഫ് എ സർക്കിൾ. അതായത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ തന്നെയാണ്. അല്ലെങ്കിൽ നമുക്ക് എക്സ് ഈക്വൽ ടു എ കോസ് ടി, വൈ ഈക്വൽ ടു എ സൈൻ ടി എന്ന് പറയാം. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 പൈ. ദിസ് ഇസ് എ പാരാമെട്രിക് ഇക്വേഷൻ ഓഫ് എ സർക്കിൾ. ഇത് വെക്ടർ ഇക്വേഷനായിട്ട് അതിനെ തന്നെ റെപ്രസെൻ്റ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇത് രണ്ടും നമ്മൾ 2 ഡയമെൻഷണൽ പ്ലെയിനിലാണ് കണ്ടത്. ഇത് 3 ഡയമെൻഷണൽ സ്പേസിലെ ഒരു കർവിൻ 3D ആണ്. 3D കർവ്സ് ആണ് നമ്മളിപ്പോൾ ഡീൽ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടായിരുന്നു. പലപ്പോഴും 2D കർവ്സ് ചെയ്യുന്നതായിട്ട് കാണാം. 3 ഡയമെൻഷണൽ കർവിന് നമുക്കൊരു എക്സാമ്പിൾ പറയാൻ നമുക്ക് ഒരു സർക്കുലർ ഹെലിക്സും കൂടി, അല്ലെങ്കിലും സ്റ്റാൻഡേർഡ് ഇക്വേഷൻ അറിയുന്നതാണ് സർക്കുലർ ഹെലിക്സും കൂടി പരിചയപ്പെടാം. സർക്കുലർ അപ്പോൾ എന്തോ സർക്കിളുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം അവിടെ ഉണ്ട്. സർക്കുലർ ഹെലിക്സ് ഈസ് പ്ലോട്ടഡ് അലോങ് എ സിലിണ്ടർ. ഒരു സിലിണ്ടറിന്റെ സർഫസിൽ കൂടെ പ്ലോട്ട് ചെയ്യുന്നതാണ് സർക്കുലർ ഹെലിക്സ്. അതുകൊണ്ട് തന്നെ അതിന്റെ ഇക്വേഷൻ, വെക്ടർ ഇക്വേഷൻ ആർ ഓഫ് ടി ഈക്വൽ ടു സർക്കിളുമായിട്ട് ബന്ധമുണ്ട് എ കോസ് ടി ഐ പ്ലസ് എ സൈൻ ടി ജെ. 3 ഡയമെൻഷനിലാന്ന് പറഞ്ഞു. അപ്പോൾ ഇസഡ് കോർഡിനേറ്റും ഉണ്ടാവും. ഇസഡ് ഈക്വൽ ടു സി ടി ആണ്. സോ സി ടി കെ. This is the equation of a circular helix where c not equal to 0. And it is plotted along the cylinder x square plus y square equal to a square. x square plus y square equal to a square എന്നുള്ളതല്ല, ആ സിലിണ്ടറിലാണ് ഇത് പ്ലോട്ട് ചെയ്യുന്നത്. സപ്പോസ് ദാറ്റ് ദിസ് ഈസ് എ സിലിണ്ടർ, x square plus y square equal to a square. അപ്പോൾ ഇതിൻ്റെ പുറമേ കൂടെ ഇനി മറ്റേ വശത്ത് കൂടെ പോകണം. ഇങ്ങനെ പോയി ഇങ്ങനെയൊക്കെ നമുക്ക് പ്ലോട്ട് ചെയ്യാം. സിലിണ്ടറിലെ മുഴുവൻ സർഫസ് ഒന്നും ഇല്ല, അവിടെ ഈ സിലിണ്ടറിന്റെ പുറത്തു കൂടെ മാത്രം സഞ്ചരിക്കുന്ന ഒരു മൂവിങ് പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ അങ്ങനെ മൂവ് ചെയ്യുന്ന ഒരു കർവാണ് സർക്കുലർ ഹെലിക്സ്. സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എക്സ് ഈക്വൽ ടു എ കോസ് ടി, വൈ ഈക്വൽ ടു എ സൈൻ ടി, ഇസഡ് ഈക്വൽ ടു സി ടി എന്നുള്ളതാണ് അതിന്റെ ഇക്വേഷൻ. ടി 0 to 2 പൈ വരെ ചെയ്യും. ഈ സർക്കുലർ ഹെലിക്സ് ഈ സിലിണ്ടറിന് ചുറ്റുമാണ് വേരി ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഒരു വേരിയേഷൻ, ടി വേരിയേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ കിടന്ന് വട്ടം കറങ്ങുക. ടി വേരിയസ് ഫ്രം 0 to 2 പൈ, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 പൈ എന്നുള്ളതാണ്. ഇതൊക്കെയാണ് നമുക്ക് കർവ്സിന്, 3 ഡയമെൻഷണൽ കർവ്സിൻ്റെ പാരാമെട്രിക് ഫോംസിൽ സ്റ്റാൻഡേർഡായിട്ടൊക്കെ ഉപയോഗിക്കുന്ന കർവ്. ഇനി നമുക്ക് സാധാരണ ഫങ്ഷൻസിൽ ചെയ്യുന്നത് പോലെ വെക്ടർ ഫംഗ്ഷനാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. കമ്പോണൻസ് എഫ് ടി, ജി ടി, എച്ച് ടി ആയിട്ട് എഴുതുന്ന വെക്ടർ ഫംഗ്ഷനാണ് നമ്മൾ കണ്ടത്. അത് പൊസിഷനുമായിട്ട് ബന്ധപ്പെടുത്തി അതിനെ ആർ ഓഫ് ടി എന്ന് എഴുതുന്ന ഒരു രീതി കൂടുതലുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഇനി സാധാരണ ഫംഗ്ഷൻസിന്റെ ലിമിറ്റ്സും കണ്ടിന്യൂറ്റി ഒക്കെ ഉള്ളതുപോലെ തന്നെ വെക്ടർ ഫംഗ്ഷൻസിന് നമുക്ക് ലിമിറ്റ്സ്, കണ്ടിന്യൂറ്റി ഒക്കെ ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. അതാണ് നമുക്ക് ഇനി വീണ്ടും ഉടനെ കാണാനുള്ളത്. അപ്പോൾ ഇത്രയും ഭാഗത്തെ നോട്ട്സ് നിങ്ങൾ എഴുതി കംപ്ലീറ്റ് ചെയ്യാം. ചില ക്ലാസ്സുകളൊക്കെ റെഗുലറായിട്ടുള്ള ടൈമിൽ എനിക്ക് മറ്റ് ക്ലാസ്സുകളുടെ തിരക്ക് മൂലം ഇടാൻ പറ്റാതെ പോയിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ പകരമായിട്ട് നിങ്ങൾക്ക് ഈ ദിവസങ്ങളിലൊക്കെ കിട്ടുന്ന സമയം ഉപയോഗിച്ച് ഈ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യുക. നിങ്ങൾക്ക് തന്നിരിക്കുന്ന നോട്ടിൽ 25ാമത്തെ പേജിൽ ലിമിറ്റ്സ് ആൻഡ് കണ്ടിന്യൂറ്റി തുടങ്ങുന്നതിന് മുമ്പ് വരെയുള്ള പോർഷൻസാണ്. പ്രോബ്ലംസ് എല്ലാം റെപ്പറ്റീഷൻസ് ആണ് ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത്. അതുവരെയുള്ള നോട്ട്സ് കംപ്ലീറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു.